ക്ലാസ്സിലെ പാഠ്യപ്രവർത്തനമായ സോപ്പ് നിർമ്മാണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആവശ്യമുള്ളത് കാസ്റ്റിക് സോഡ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് 180 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. 1 കിലോഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനായി എടുത്തിട്ടുള്ളത്. അടുത്തതായി സോപ്പ് നിർമ്മാണത്തിനായി ജലം ആവശ്യമാണ്. 350 ml ജലമാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തത് 100 ഗ്രാം സോഡിയം സിലിക്കേറ്റ്, ദ്രാവക രൂപത്തിലുള്ള സോഡിയം സിലിക്കേറ്റ് ആണ് നമ്മൾ ഇതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് സ്റ്റോൺ പൗഡർ, 100 ഗ്രാം സ്റ്റോൺ പൗഡർ ആവശ്യമുണ്ട്. നിറം നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇവിടെ യെല്ലോ നിറമാണ് എടുത്തിരിക്കുന്നത്. സോപ്പിന് മണം കിട്ടുവാനായി പെർഫ്യൂമും നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ 350 ml ജലത്തിലേക്കാണ് 180 ഗ്രാം കാസ്റ്റിക് സോഡ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചൊരു പാത്രത്തിലേക്ക് 350 ml ജലം ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 350 ml ജലം പാത്രത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊരു സ്ട്രോങ് ബേസാണ്. അല്പാൽപമായി നമ്മൾ ഈ ജലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് അതൊരു സോൾട്ടാണ്, തരി പോലെയാണ് നിൽക്കുന്നുണ്ടാവുക. അത് ജലത്തിൽ ലയിപ്പിക്കുകയാണ് സോപ്പ് നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടം. നന്നായി ഇളക്കി കൊടുക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡും ജലവുമായുള്ള പ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ചെറിയ രീതിയിൽ നീരാവി പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുക പോലെ നീരാവി പോകുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ നന്നായി അലിയുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ മിശ്രിതം നന്നായി ഇളകി തണുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ. തണുത്തുറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞ്, ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തുടർ പ്രവർത്തനമായി ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ എടുക്കുന്നു, 1 കിലോഗ്രാം വെളിച്ചെണ്ണ. തുടർന്ന് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോൺ പൗഡർ, 100 ഗ്രാം സ്റ്റോൺ പൗഡർ ചേർത്ത് ഇളക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും സ്റ്റോൺ പൗഡറും ചേർത്ത് നന്നായി ഇളക്കണം. അതിലേക്ക് സോഡിയം സിലിക്കേറ്റ്, ദ്രാവക രൂപത്തിലുള്ള സോഡിയം സിലിക്കേറ്റ് അല്പാൽപമായി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനൊപ്പം നല്ല രീതിയിൽ അത് ഇളക്കണം. സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റും വെളിച്ചെണ്ണയും ചേർന്ന മിശ്രിതം നന്നായി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് മിശ്രിതം ജലത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് തണുത്തതിന് ശേഷമാണ് നമ്മൾ അത് വെളിച്ചെണ്ണയും സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റുമുള്ള മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതും നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് വരെ ഇത് ഇളക്കണം. ഒരു അരമണിക്കൂറോളം ഇത് ഇളക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള നിറം, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് യെല്ലോ കളറാണ്. അത് അല്പം വെളിച്ചെണ്ണയിൽ ചേർത്ത യെല്ലോ കളറ് ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എല്ലായ്പ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. മിശ്രിതത്തിൽ നല്ല രീതിയിൽ എല്ലാ ചേരുവകളും അലിഞ്ഞു ചേരേണ്ടതുണ്ട്. നിറം ചേർത്തപ്പോൾ ഒരു മഞ്ഞ നിറം നമ്മുടെ മിശ്രിതത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് മണത്തിനായി മുൻപെടുത്ത് വെച്ചിട്ടുള്ള പെർഫ്യൂം ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം 1/4 മണിക്കൂറോളം ഈ ഒരു മിശ്രിതം ഇളക്കുന്നുണ്ട്. അതൊന്ന് കുറുകി വരേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അത്രയും നേരം ഇളക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മൗൾഡിൽ ഒഴിക്കുമ്പോൾ പരന്നു പോവും. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം മിശ്രിതം. തുടർന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോൾഡിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നിരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലും വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. മോൾഡിൻ്റെ സൈഡിലും വെളിച്ചെണ്ണ പുരട്ടുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ മിശ്രിതം ഒഴിക്കാൻ പോകുന്നത്. 22 അച്ചുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. PVC പൈപ്പ് കൊണ്ട് നിർമ്മിച്ച മോൾഡാണ്. അതിലേക്ക് തയ്യാറാക്കി വെച്ച സോപ്പിൻ്റെ മിശ്രിതം ഒഴിക്കുകയാണ്. തയ്യാറാക്കി വെച്ച മിശ്രിതം മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഏകദേശം 1-2 ദിവസത്തിന് ശേഷം ഇത് മോൾഡ് നീക്കം ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും സോപ്പ് ഖരരൂപത്തിൽ ആയിട്ടുണ്ടാകും. അങ്ങനെ 1-2 ദിവസത്തിന് ശേഷം സോപ്പ് മോൾഡിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ഇപ്രകാരം കൃത്യമായ ആകൃതിയിലുള്ള മനോഹരമായ നിറവും മണവുമുള്ള ഗുണമേന്മയുള്ള സോപ്പുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.